നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്തോ മറ്റേ വില്യം ഷേക്സ്പിയറിന്റെ ബർത്ത്ഡേ അതെ അതെ ഷേക്സ്പിയറിനായിട്ട് സ്വഭാവം അത് ലൈഫായിട്ട് ഒരുപാട് സാമ്യം വന്നിട്ടുണ്ട്. കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് പുള്ളിക്ക് വന്ന രീതിയിൽ എനിക്കും കുറച്ച് ജീവിതത്തിൽ ഏപ്രിൽ 23 പുള്ളി 1564 ഏപ്രിൽ 23 ജനിച്ചിട്ട് ഏപ്രിൽ 1616 ഏപ്രിൽ 23 മരിക്കുന്നത്. ഞാൻ 99 ജനിക്കുന്നത്. പുള്ളി 5 ഷേക്സ്പിയർമാരിൽ 5-10 പേരായിരുന്നു അവര്. അതിൽ മൂന്നാമനായിരുന്നു. ഞാനും മൂന്നാമനാണ്. പുള്ളിയുടെ അമ്മയുടെ പേര് മേരി, എന്റെ അച്ഛന്റെ അമ്മയുടെ പേര് മേരി. അങ്ങനെ കുറെ ഇങ്ങനെ സാമ്യമുണ്ട് ജീവിതം. അതെ അതെ. ഇല്ല മാരേജിനോട് താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഇല്ല, നമുക്ക് അങ്ങനെ എന്താ പറയാ താല്പര്യം ഇല്ല പൊതുവെ. നമുക്ക് കലയല്ല, പ്രണയം ഉണ്ട്. പക്ഷെ ജീവിതം കലയാണ് മെയിൻ തിങ്. ഒരാളെ കല്യാണം കഴിച്ച് എന്താ പറയാ ജീവിക്കുന്നത് ഞാൻ യോജിക്കുന്നില്ല. കാരണം എല്ലാരും എന്റെ വീട്ടിലാണെങ്കിലും പറഞ്ഞു പ്രായമാകുമ്പോ ആരും നോക്കും, മക്കള് വേണ്ട. ഈ പറയുന്ന ആരും നമ്മളെ നോക്കത്തില്ല. എല്ലാത്തിനും ഞാൻ ചെയ്തിട്ടുള്ള റോള് ഞാന് അല്ലെ നമ്മളെ ട്രാൻസ്ജെൻഡറിന്റെ ഡിസീസ് ലൈഫിന്റെ അകത്ത് ട്രാൻസ്ജെൻഡർ ആയിട്ട് ചെയ്യുമ്പോൾ 22 വയസ്സേ ഉള്ളു. പിന്നെ ഒരു മന്ദബുദ്ധി ചെറുക്കനായിട്ട് അഭിനയിച്ചു 20 വയസ്സിൽ. പിന്നെ അലിയേട്ടന്റെ അകത്തൊരു സൈക്കോ റോൾ ചെയ്തു. പിന്നെ എനിക്ക് ഇനി ഒരു അന്ധനായിട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത് പ്രസാദനൊക്കെ എനിക്ക് അത് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ പിന്നെ പ്രസാദനെ വെച്ച് ഒരുപാട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കൊതി തീർന്നിട്ടില്ല പ്രസാദനെ ചെയ്തിട്ട്. എന്നാന്നറിയാം, നന്നായിട്ട് ചെയ്യും. ഞാൻ പ്രസാദന ആ കോമഡി ചെയ്തപ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പം പ്രസാദനെ ഞാൻ പറഞ്ഞു, പ്രസാദ എനിക്കൊരു വർക്ക് ചെയ്യണം. പക്ഷെ ഞങ്ങള് അഭിനയത്തിന്റെ പ്രായം അല്ല പ്രസാദനൊക്കെ പണ്ട് ഞാൻ എപ്പോഴും പ്രസാദന പറയും പണ്ടേ വരേണ്ട ആളാ. കാരണം എറണാകുളത്ത് വന്നിരുന്ന ഇദ്ദേഹത്തിന് നമുക്ക് തൊട്ടാ കിട്ടത്തില്ലായിരുന്നു. കാരണം അമ്പലപ്പുഴയെ ആദ്യം കണ്ടപ്പോ ഞാൻ പറഞ്ഞ അതെ 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 പ്രാക്ക് എന്നും പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ത്രൂ ഔട്ട് കോമഡിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പിന്നെ നാടകത്തിലൂടെയാണ് നമ്മുടെ വരവ്. പിന്നെ ഈ ഇല്ല, അത് രണ്ട് രീതിയിലുള്ള വ്യത്യാസമാണ്. ഇല്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിം ഒരു 10-30 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഒരു ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അഭിനയിക്കുന്ന പിന്നെ ഒരു 10-38ഓളം ആൽബം സോങ് ചർച്ച ചെയ്ത അമ്മന്റെ അവിടെ ഒരു സ്റ്റുഡിയോ സിനിമയുടെ സെന്റർ ഇപ്പൊ എറണാകുളമാണ്. അതെ അതെ കിട്ടും. പിന്നെ നമ്മുടെ കോബ്ര രാജേഷും ഞാനുമായിട്ട് കാസർഗോഡ് ചെന്നിട്ട് 125 ആൾക്കാരെ വെച്ച് 3 ദിവസം കൊണ്ട് 1.25 മണിക്കൂറുള്ള ഒരു സിനിമ ചെയ്തു. 3 ദിവസം. അങ്ങനൊന്നും നമ്മൾ അതിന്റെ പുറകെ ഒന്നും പോയിട്ടില്ല. അത് ഒരു വാശിപ്പുറത്ത് ചെയ്ത വളരെ തുച്ഛമായ പൈസക്ക് 125 ആൾക്കാരെ വെച്ചിട്ട് 3 ദിവസം കൊണ്ട് ഒരു സിനിമ ചെയ്തു, ഞാനും കോബ്ര രാജേഷുമായിട്ട്. പിന്നെ ഞാൻ സ്പെഷ്യൽ എഫക്ട്സ്, ക്യാമറ സ്പെഷ്യൽ എഫക്ട്സ്, ആർട്ട്, റീമ്യൂസിക്, മിക്സിങ്, പിന്നെ ക്യാമറ ഒഴിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? ക്യാമറ മാത്രമേ ക്യാമറ ചെയ്യും. എനിക്കും പ്രസാദന അത് തന്നെ ഞാൻ തന്നെ പഠിച്ചെടുത്ത. ഞാൻ പിന്നെ മുകേഷ് ഏട്ടൻ മേതിൽ ദീപികയായിട്ടുള്ള നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഗിരീഷ് സ്റ്റോറി നറേഷൻ അവരുടെ കൂടെ ഞാൻ നാടകം കളിച്ചതാണ്. ഈ നാടകത്തിൽ എനിക്ക് നാടകവും ഇഷ്ടമാണ്, സിനിമ രണ്ട് തരത്തിലുള്ള. അതെ അതെ അതെ. നാടകത്തില് നമ്മൾ കുറച്ച് കൂടുതൽ വേണം, സിനിമയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നടനോ? എനിക്ക് നടന്മാര് എല്ലാരെയും ഇഷ്ടമാണ്. പിന്നെ കൂടുതലും ഡയറക്ടേഴ്സിന് ഭരതൻ സാറ്, പത്മനാഭൻ സാറ്, ഭരതൻ സാറിന്റെ ഫ്രെയിമുകളൊക്കെ, ലോഹിദാസ് സാർ എല്ലാം ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ.
അതെ അതെ. അപ്പൊ അഭിനയം എപ്പോഴാണ് പരീക്ഷിക്കുന്നത്? അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ആരും നമ്മളെ വിളിച്ചിട്ടില്ല. ഈ പ്രാക്ക് എന്ന് പറയുന്ന ഒരു പിന്നെ വെബ് സീരീസും അതേപോലെ തന്നെ വേലത്താൻ എന്ന് പറയുന്ന, ശരിക്കും എത്ര വർഷം ഈ കലാരംഗത്ത് വന്നിട്ട്? ഇപ്പോൾ ഒരു കറക്റ്റ് പറഞ്ഞാൽ ഒരു 16-ാമത്തെ വയസ്സിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് ഈ ഫീൽഡിൽ വന്ന. പക്ഷേ ഓരോ വർക്കുകൾ ചെയ്ത് ഏറ്റവും അവസാനം ഉപജീവനത്തിനായി ഞാൻ സൗണ്ട് എഞ്ചിനീയറായി. അതെ അതെ, ഞാൻ ചെറിയൊരു എൻ്റെ വീട്ടിൽ നിങ്ങൾ എറണാകുളത്ത് വരണം, എറണാകുളത്ത് താമസം, കാരണം സിനിമയിലൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അതെ ആ എന്തായാലും 14 വരെ 29 വർഷം കലാരംഗത്ത് വന്നു. അതെ അതെ അതെ, കലയാണ് എല്ലാം, എല്ലാം കലയാണ്. കല കൊണ്ടും സ്റ്റാർഡം പണമൊന്നുമല്ല, കലയാണ്. ജോൺ ഡയറക്ടർ അറിയാം, പുള്ളിയെ കലയ്ക്ക് വേണ്ടി ജീവിച്ച ആളാണ്. അതെ അതെ, ആലപ്പുഴ ജില്ലക്കാരനാണ്, കലയ്ക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. അതെ അതെ, ആ ഒരു സ്റ്റൈല് നിങ്ങൾ കാണണം, അല്ലെങ്കിൽ ഭരതൻ ആ സ്റ്റൈലാണ്. പക്ഷെ ഇതിന്റെ ഒപ്പം സാമ്പത്തികത്തിന് നോക്കണം, കാരണം ജീവിക്കാൻ നിങ്ങൾ കലയൊക്കെ വേണമെന്നില്ല, അതുകൊണ്ട് സാമ്പത്തികവും ഒരു ഫാക്ടറാണ്. അതെ അതെ.